താൽ ബോയ്സ് ടോക്സിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി മെഹനു ഫാമിലിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു ഫാമിലിയാണ്. മെഹനു ഫാമിലി എന്ന് അറിയപ്പെടുന്നു. മെഹനാസ് മെഹനു, റിഫാൻ മെഹനു, ഒരു കൊച്ചു കലാകാരൻ കൂടിയുണ്ട്. അല്പസമയത്തിനൊപ്പം നമ്മോടൊപ്പം ചേരും. നമ്മുടെ താൽ ബോയ്സ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടുപേരും നിങ്ങളുടേതായ കഴിവുകൾ പ്രേക്ഷകർ കാണിച്ചു. അവരെ ഹൃദയം കീഴടക്കി. വലിയ ഫോളോവേഴ്സിലുണ്ട് അല്ലേ? എല്ലാ മേഖലയിലും നിങ്ങൾ കൈവച്ചിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? കടന്നുവരവ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവർക്കും ഓരോ ജോബിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലയാൾക്ക് ഡോക്ടർ ആവണം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ചോദിക്കില്ല എന്താ ആഗ്രഹം. ആ സമയത്ത് ഞാൻ ഒന്നിക്കൽ ഫിലിം ആക്ടർ അല്ലെങ്കിൽ ഡ്രൈവറാണ് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ ഇതിന് കുറെ കളിച്ച് ഈ മേഖലയിൽ കയറാൻ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ, ഷോർട്ട് വീഡിയോ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ കയറി. പിന്നെ നമ്മളെ പ്രണയം സ്റ്റാർട്ടായത് മുതൽ പിന്നെ നമ്മൾ ഒന്നിച്ചുകൂടി വീഡിയോ എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടാകുമ്പോൾ അതിനെ പ്രേക്ഷകർ നമ്മളെ കയ്യിൽ ഇഷ്ടപ്പെട്ടു. നമ്മളെ വീഡിയോ ഒക്കെ എന്താ പറയുക, നല്ല അഭിപ്രായം കമന്റും തന്ന് പിന്നെ ഇൻട്രസ്റ്റ് കൂട്ടി തന്നവരെന്നെ. അങ്ങനെയാണ് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വരാൻ കാരണം. ഇവിടെ റിഫാൻ്റെത് അങ്ങനെ തന്നെയായിരുന്നോ? ഞങ്ങൾ തമ്മിൽ എൻ്റെത് ഞാനും മെഹനുമായിട്ട് എന്ന് തുടങ്ങിയ ഇഷ്ടം തുടങ്ങി. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ആ ഒരു ഇതിലാണ് ഞാൻ ഫേമസ് ആവാൻ, ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ തുടങ്ങി. അതുവരെ എനിക്ക് അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തു പോയിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ല. മെഹനു വന്നതോടെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. മെഹനു ഈ രംഗത്തേക്ക് വരുമ്പോൾ അഭിനയത്തിലേക്കാണോ അല്ലെങ്കിൽ ഏതിലേക്കാണ് കൈവച്ചത്? അങ്ങനെയൊന്നുമില്ല. ആക്ട് ചെയ്യാൻ അതിന് കൂടുതൽ ഇഷ്ടം. പക്ഷെ പിന്നെ ഓരോരാൾക്ക് സ്വന്തം അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തോന്നൂല, ബോറായിപ്പോ, അത് വാങ്ങില്ലപ്പോ. അങ്ങനെ അത് തോന്നിയിട്ടാകുമ്പോ പിന്നെ എനിക്ക് ആക്ടിനോട് നല്ല ഡൗൺ ആകാൻ തുടങ്ങി. അങ്ങനെ ഇവള് പറഞ്ഞൊക്കെ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇവളെയും തൻസിയും കുത്തുപറമ്പിനും വെച്ചിട്ട് ഞാനൊരു ആൽബം ചെയ്യിപ്പിച്ചു. അപ്പോൾ അതോള് ചെയ്ത് പിന്നെ നല്ല ലൈക്കായി, ഇവൾക്ക് നല്ല ലൈക്കായി. പിന്നെ അതിലെനിക്ക് ചെറിയ റോൾ ഉണ്ടായി. അപ്പോൾ ഇവള് പിന്നെ പറഞ്ഞ നമുക്ക് ഒന്നിച്ചൊന്ന് അഭിനയിക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ ആൽബത്തിലേക്ക് കഴിഞ്ഞത്. ഇവിടെ ഈ തൻസീർ കൂത്തുപറമ്പിന്റെ ആദ്യ ഇതിൽ പങ്കെടുത്തല്ലോ, പങ്കാളിയല്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ഓർമ്മകളും അതിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഉള്ളതായതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരെത്തി തൻസിക്ക ഭയങ്കര ഫ്രണ്ട്ലി ആയി. നമ്മളോടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റിലത്തെ അഭിനയം ആയതുകൊണ്ട് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ തൻസിക്ക ക്ഷമിച്ച് ഇങ്ങനെ എല്ലാം കറക്റ്റാക്കി എടുത്ത് ഫസ്റ്റിലത്തെ ആൽബം ഇപ്പൊ കാണുമ്പോ ചിരിയാ വരുന്നത് ശരിക്കും പറഞ്ഞാല്. സമ്മതം ചോദിച്ചു ഞാൻ നിന്നെ പ്രണയിക്കാം, വിധി കനിഞ്ഞില്ല നമ്മൾ തമ്മിലൊരുമിക്കാം. ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോഴാണൊന്നും മെച്ചപ്പെട്ട് വന്നത്. ഇപ്പോഴ് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു പ്രണയിച്ചു അല്ലേ? ഒരുപാട് വർഷത്തെ പ്രണയമുണ്ട് രണ്ടുപേരും രണ്ട് ജില്ലക്കാരാണ്. ഒരാൾ കാസർഗോഡ്, ഒരാൾ കോഴിക്കോട് ജില്ല അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങൾ അത് പറയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ പ്രേക്ഷകർ കാത്തിക്കുന്നതായിരിക്കും. പ്രണയത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ടിങ് നോർമലി ചാറ്റ് ആക്കുന്ന രീതിയിൽ ചാറ്റ് ചെയ്ത്. പക്ഷെ ആർക്കും അറിയില്ല സീരിയസ് ആണ്. ഞാനൊക്കെ അറിഞ്ഞിട്ടില്ല. ഒരു ടൈം പാസ് പോലെ നോക്കിയതാ മെസ്സേജ് അയച്ചത്. അങ്ങനെ മെസ്സേജ് അയച്ചു വെച്ച് പിന്നെ നമുക്ക് രണ്ടാക്കും ഭയങ്കര സീരിയസ് ആയി. അത് എനിക്കൊന്നാമത് ലോങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രാവൽ ചെയ്യാനും ട്രിപ്പിനോട് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ അങ്ങനെല്ലാം കണ്ടിട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇവള് കോഴിക്കോട്, എനിക്ക് സ്വപ്നവും വിചാരിച്ചിട്ട് എന്നെ ഫാമിലി അങ്ങോട്ട് കഴിക്കാൻ പറ്റൂന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ടാ. പിന്നെ ഇവള് മെസ്സേജും കാര്യം കുറച്ച് സീരിയസ് പോലെ കണ്ട്. അപ്പൊ ഞാനും എന്താക്കി ഫിക്സ് ആക്കി. ഞാൻ ഫാമിലിയോട് പറഞ്ഞു, പിന്നെ ഉമ്മാനോട് പറഞ്ഞു. പിന്നെ ഉമ്മ ഇവളെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമായി. ഉപ്പ പിന്നെ പെട്ടെന്ന് അങ്ങനെ വിടുന്ന ടൈപ്പല്ല. ഉപ്പയുടെ കുറെ കഷ്ടപ്പെട്ടു ഉപ്പാനൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിട്ട്. കോഴിക്കോട് ലോങ് ആയിട്ട് വേണ്ടാന്ന് ഫസ്റ്റ് പറഞ്ഞോളെ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ കുറെ വയസ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്.
ഒന്നാമത് ഇവൾക്ക് 16-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കണം എന്നിട്ട് നടന്നത്. എനിക്കന്നേരം എത്ര വയസ്സ്? 19, 20 ആ സമയത്ത് ഉപ്പാനോട് കുറെ ഉപ്പ പറഞ്ഞു വയസ്സായി കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കാം, അന്നേരം നീ മാറും കാര്യമെല്ലാം നീ ഉണ്ടാക്കിയിട്ട് കൊണ്ടാ, എന്നാ ഞാന് നിക്ക, പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ 2 കൊല്ലം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തു. എന്നാലും നമ്മൾ കാണാണ്ടിരിക്കില്ല കേട്ടാ, നമ്മള് കറക്കും കാര്യമെല്ലാം ഞാൻ ആടുന്ന്. അന്നേരം ഞാൻ ഡ്രസ്സിന്റെ ഷോപ്പിലാണ് ഞാൻ പണിക്ക്, കാഞ്ഞങ്ങാട്. ബുള്ളറ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ, ഗൾഫിൽ നിന്ന് വന്നേ ഉള്ളൂ. ആ സമയത്ത് വണ്ടി ബുള്ളറ്റുള്ള ഒരു 9-10 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് കീയും, എന്നിട്ട് ടൗണിൽ പോയി കുറച്ച് ഫ്രണ്ട്സിന്റെ ഒന്നിച്ച് നിൽക്കും. അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് ഇവളെ കാണാം, ഇവള് ചാറ്റ് ചെയ്യും, ഞാൻ ഫോൺ വിളിക്കും. 24 hours ഫോൺ വിളിയാ, ഫുൾ ടൈം ഫോൺ വിളിയാ. അന്നേരം ഈ ഫ്രീ കോളൊന്നും ഇല്ല, റീചാർജ് അടിച്ചു വിളിക്കും. കുറെ സമയം വിളിച്ചു കട്ട് ചെയ്യേയില്ല. അപ്പോൾ അവള് പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞാൽ നൈറ്റ് ആയിരുന്നു വരും. ഒരു 12 മണി 1 മണിയാകുമ്പോൾ 12 മണിക്കായിരുന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 1:30 ആകുമ്പോൾ ഒറ്റയ്ക്ക് വരുന്നോണ്ടാണ് സ്പീഡിൽ വരും. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി. പിന്നെ നല്ല എന്താക്കും, നമ്മള് നൈറ്റ് റൈഡ് അടിക്കും. അതേപോലെ തന്നെ നൈറ്റ് റൈഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ മോർണിംഗ് ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചിലും കാര്യമെല്ലാം പോകും. ഇത് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ വീട്ടുകാർ അറിഞ്ഞില്ലേ? സ്റ്റാർട്ടിങ് അറിഞ്ഞിട്ടില്ല, നമ്മള് ഒരിക്കൽ നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാസർഗോഡ് പോയി. അപ്പൊ രാവിലത്തേക്ക് ഇവിടെ കാണുന്നില്ലല്ലോ, അപ്പൊ അറിയാലോ. അത് ചർച്ചയായില്ലേ വീട്ടില്? വീട്ടില് ചർച്ചയായി. വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കുമ്പോ ഞാൻ കാസർഗോഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല പ്രശ്നമായി. ഫാമിലി ഇപ്പം ഇഷ്ടപ്പെട്ട് ആർക്കും ഇഷ്ടപ്പെടൂല, പെട്ടെന്ന് നമ്മളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ആർക്കും ഇഷ്ടപ്പെടൂല. നല്ലൊരു പ്രശ്നം. എന്താ പറയാ, ഒന്ന് കുറച്ച് ഇവിടെ ചീത്ത പറഞ്ഞ് കുറച്ച് അടി കൊണ്ട് അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞമ്മ വിട്ടുകൊടുക്കില്ല, അടി കൊണ്ടാലും ഇപ്പുറത്തെ പോയി നോക്കും. റിഫാനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഇതില്? നിങ്ങളുടെ ഈ ചാറ്റിംഗ് വഴിയുള്ള ഇതിൽ ഇഷ്ടം വന്നു? എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ഫസ്റ്റ് തന്നെ ഞാനായിരുന്നു മെസ്സേജ് അയച്ചത് മേനുവിന് അങ്ങോട്ട്. അങ്ങനെ മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ ഫേക്കാന്ന് വിചാരിച്ചു. മേനു ഏതോ ഒരു ഫ്രണ്ടാണ് ചാറ്റ് ചെയ്യുന്നത്, പറ്റിച്ചതാന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് എന്താക്കോ മെസ്സേജ് അയക്കും, എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് തുടങ്ങിയിട്ട്. അന്നേരം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരുന്ന മെസ്സേജ് അയക്കൂല. അപ്പൊ ആ സമയത്ത് മെസ്സേജ് ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജ് കൊണ്ടുകൊടുക്കും. മെസ്സേജ് അയക്കുന്ന സമയത്ത് ചങ്ങായി എന്താക്കും, കുറച്ച് ഫേക്ക് ഐഡി തുടങ്ങിയിട്ട് മെസ്സേജ് ആക്കും. ആ മെസ്സേജ് ആക്കിയിട്ട് ലാസ്റ്റ് എൻഡിലെത്തുമ്പോ വാക്ക് കാണണം, നീ വാങ്ങ പറഞ്ഞിട്ടുണ്ടാ മോനെ അടക്കുന്നത്, അപ്പൊ ആ മോനെ കാണാൻ വേണം പറയും. അങ്ങനത്തെ ഒരുപാട് ഫേക്കിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേക്കിൽ പെടാണ്ട് നോക്കല. അങ്ങനെയാണ് കരുതിയല്ലേ? ഫേക്കാന്ന് കരുതി. പിന്നെ എന്നോട് പറഞ്ഞു ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പാണ് സംഭവം ആയത്, സീരിയസ് ആയത്, ഒരു വിശ്വാസം വന്നത്. അപ്പൊ പിന്നെ ഫുള്ള് ചാറ്റിംഗ് ഒക്കെ ആയി, ഇഷ്ടത്തിലായി. പിന്നെ ഒരു ദിവസം എന്റെ ബ്രദറ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെനിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി പൊരക്ക് പറഞ്ഞ്, പ്രേമാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് കാസർഗോഡിന്ന്, എന്താക്കണം ഉപ്പ പറഞ്ഞു. ഉപ്പ പറഞ്ഞ് എനിക്ക് ലോങ് നീ പോയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, നമുക്ക് അങ്ങനെ ഓവർ ഇതില്ലാത്ത ഫാമിലിയാണ് ഞങ്ങള്, നീ പോയിട്ട് രക്ഷപ്പെട്ടോ, ഓരോട് വരാൻ പറയാന്ന്. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് മേനുവിന്റെ ഫ്രണ്ടും കൂടി വന്നത് വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടിട്ട്. അങ്ങനെ എല്ലാരും ഇതൊക്കെ ആക്കി ഇഷ്ടപ്പെട്ട് കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എൻഗേജ്മെന്റിന് ഉള്ള പ്ലാനിങ് ആയി. പിന്നെ മേനുവിന്റെ ഉപ്പാവും ഉമ്മാവും ഒരു ദിവസം വന്നു. അല്ല, ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് ഒത്തിരി കാണാൻ വന്ന് അവളെ കണ്ട് സംസാരിച്ച് പിന്നെ ഉപ്പാന്റെ വീട്ടിൽ പോയി ചായം കുടിച്ച് അങ്ങനെ ബ്രദറിനെല്ലാം പരിചയപ്പെട്ട് പിന്നെ നമ്മള് സംസാരിച്ച് എന്നിട്ട് എന്നോട് ഉപ്പാനും ഉമ്മാനും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഉപ്പാനെ കുറെ നിർബന്ധിച്ചു. ഞാൻ കുറെ കച്ചറ ഉണ്ടാക്കി വീട്ടില്. അങ്ങനെ ഉപ്പാനെ നിർബന്ധിച്ച് ഉപ്പ ഇങ്ങനെ വിടൂല. ഉപ്പ ഒരു തീരുമാനം എടുത്താ തീരുമാനം മാറൂല. അങ്ങനെ ഉപ്പ പറഞ്ഞ എങ്ങനെ വയസ്സാവണമെന്നാണ്. അതുവരെ പിന്നെ കുറെ വെയിറ്റ് ആക്കി ലാസ്റ്റ് ആ സമയമാകുമ്പോ എന്റെ ഏട്ടനെല്ലാം സപ്പോർട്ട് എല്ലാരും കാത്തുനിന്ന്. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പാനോട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പാണ് പറഞ്ഞ ഒന്ന് ആ 18 ഒരു കൊല്ലമുണ്ട് 17 ഒന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ, കണ്ട് ഉറപ്പിച്ചു വെക്കാം, അതിനുള്ള എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പ പറഞ്ഞു എന്നാ ഒന്ന് ഉറപ്പിച്ചു വെക്കാം. അങ്ങനെ ഞാനും ഉപ്പാവും ഉമ്മാവും ബ്രദറും എത്തിയിട്ട് വന്ന് കാറില് നമ്മള് ഒരു വണ്ടിയുടെ ആ വണ്ടിയിൽ തന്നെ നേരെ വന്ന് ഇവിടെ. അന്നേരം ഇവള് അപ്പുറം പാവണ്ടൂർ തന്നെ ആ ഭാഗത്താണ് താമസം. അവിടുന്ന് കണ്ട് നേരെ കയറി
അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാരും. എൻ്റെ ഉപ്പ എല്ലാരും കയ്യിലെടുത്ത് ഭയങ്കര കൂട്ടുകുടുംബം പോലെ അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ട് അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ മോതിരം ഇടല്ലോ അവളെ എല്ലാം എന്താ ചടങ്ങില്ലേ, അങ്ങനെ മുട്ടായി കൊടുത്ത് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചു. പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്തല്ലേ? പിന്നെ ഒരു വർഷം വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ കല്യാണത്തിന് വെയിറ്റ് ചെയ്തത്, അല്ലാണ്ട് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ വന്ന് സജീവായതല്ലേ? ഈ അപ്പോഴാണ് ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയതും. ടിക്ടോക്ക് ഇറങ്ങിയത് മ്യൂസിക്കലി ഞാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കലി ഉണ്ടായിരുന്നു. മ്യൂസിക്കലി ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് മ്യൂസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പ് ഇങ്ങനെ ഇതാകുന്ന മ്യൂസിക്കലി ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ബോറടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ഇടും. അത് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ഇടുമ്പോൾ 500 ലൈക്കെല്ലാം കിട്ടും. 500 ലൈക്കെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമാണ്. കാരണം ഒരു പുതിയ ആപ്പല്ലേ, പുതിയ ആപ്പിൽ ഇങ്ങനെ നല്ല വ്യൂസും കാര്യമെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ പിന്നെ 1000 ലൈക്ക് അങ്ങനെ ലൈക്ക് നല്ല കയറുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താക്കി ഇവളെല്ലാം പറഞ്ഞു കുറെ കാലം ഞാൻ അതിൽ ഒറ്റയ്ക്ക് മ്യൂസിക്കൽ കളിച്ചു. പിന്നെ ഞാൻ ഇവിടെ കാണാമെങ്കിൽ ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് കുറച്ച് പാടത്തെല്ലാം പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഭയങ്കര വരലായി. അത് ഭയങ്കര നമ്മള് കപ്പിൾസ് നമ്മളെ ചെറുതാ, അപ്പൊ ആ ചെറിയ മുഖമെല്ലാം കണ്ടിട്ട് പ്രേക്ഷകർ എന്താ പറയാ ആ ഉള്ള രീതിയിൽ അംഗീകരിച്ച് വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട്. ഭയങ്കര എന്താ പറയാ 1 lakh ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. 1 lakh ലൈക്കെല്ലാം കിട്ടിയ നമ്മള് ഭയങ്കര ആയിപ്പോയി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയാ ഒന്നും പറയാനില്ല. പിന്നെ എന്തൊക്കെ ഡെയിലി വീഡിയോ, പിന്നെ ഡെയിലി ഇടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കയറി പിന്നെ ഒരു അക്കൗണ്ട് തന്നെ 1 lakh കഴിഞ്ഞ് 1 lakh കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഓക്കും തുടങ്ങി. അപ്പൊ അങ്ങനെ 3 lakhോളം കിട്ടി ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു റിഫാൻഡ് ടിക്ടോക്കിൽ കൂടിയാന്ന് തോന്നുന്നു അല്ലേ, ഒരു കുറെ ക്ലിക്ക് ആയത് അല്ലേ? അതിനെ കുറിച്ചിട്ട് ടിക്ടോക്ക് എന്ന് പറയാന് ഫസ്റ്റ് തന്നെ ഒരു എന്താ ടോവിനോന്റെ ഒരു ഫിലിമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് തന്നെ ഭയങ്കര ക്ലിക്കായത്. ഒരു സിഗരറ്റ് വലിച്ചിട്ട് ഒരു കിസ് തരുമെന്നുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അതിലെടുത്ത് ആ വീഡിയോ ഭയങ്കര ക്ലിക്കായി. പിന്നെ ഞങ്ങൾ രണ്ടാളും കപ്പിൾസ് ഉള്ള വീഡിയോ കുറെ ഇട്ട് അങ്ങനെ 2 അക്കൗണ്ട് തുടങ്ങിയത്. എൻ്റെ ഞാനും ഇടുന്ന്, മാനുവിൻ്റെ മാനും ഇടുന്ന്. അങ്ങനെ ഫേമസ് ആയി. പിന്നെ കുറെ മെസ്സേജ് വരാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. ഓരോരുത്തര് ഫാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. വീണ്ടും അതിൽ ആക്റ്റീവായി. അപ്പോഴൊന്നും ഈ യൂട്യൂബ് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടില്ലായിരുന്നു. യൂട്യൂബ് നമ്മള് ഇൻട്രസ്റ്റ് കാണിച്ചത് ടിക്ടോക്ക് ബാൻ ആയതിനു ശേഷം. ടിക്ടോക്ക് ബാൻ ആയിട്ടാകുമ്പോ നമുക്ക് ഭയങ്കര തളർന്നു പോയിട്ട് പെട്ടെന്ന് ഷോക്ക് ആയിരുന്നല്ലോ. പിന്നെ അതിന്റെ അത്ര വേറെ ആപ്പ് ഇന്ന് വരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന മോജിൽ ഇപ്പൊ അത്യാവശ്യം 2.5 ലക്ഷം ഇതുണ്ട് തുടങ്ങി വെച്ച്. പക്ഷെ എന്നാലും നമുക്ക് ആളുടെ എഫക്റ്റും കാര്യമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ പിന്നെ തൽക്കാലം ഇപ്പൊ റീൽസ് വന്നോണ്ട് കുഴപ്പമില്ല. റീൽസിന് കുറച്ച് നമുക്ക് ഇതായിട്ടുണ്ട്. ടിക്ടോക്ക് വന്നതോടാണ് ഇൻസ്റ്റാഗ്രാമില് റീച്ച് കൂടാൻ തുടങ്ങിയത്. ഭയങ്കര റീച്ച് കൂടി. അങ്ങനെ ഭയങ്കര ക്ലിക്കായി. എല്ലാത്തിന്റെയും ഒരു മെനക്കേട് എടുത്തത് മാനുവാണ്. ഇൻസ്റ്റഗ്രാം ഒക്കെ ഈ നിലയിൽ എത്തിച്ചത് മാനുവാണ്. ഒരുപാട് ആൽബങ്ങൾ അതുപോലെ നിങ്ങൾ ജോഡിയായിട്ട് തന്നെ അല്ലേ ഉണ്ടായില്ലേ? അതിനെ കുറിച്ചിട്ട് ആൽബം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ഇവള് പിന്നെ സമ്മതം എന്നറിയുന്ന ആൽബമാണ് ഇവള്. സ്റ്റാർട്ടിങ് തനിച്ച് തുറമില്ല സമ്മതം ചോദിച്ചു അവള് സ്റ്റാർട്ടിങ് അഭിനയിച്ച്. അത് കഴിഞ്ഞ ശേഷം കുടുംബക്കാരും ഫാമിലിയും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു. ആൽബത്തിലെല്ലാം വന്നുകൊണ്ട് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെയും ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്തോ, പ്രശ്നമില്ല. അല്ല നമുക്ക് 2 ചെയ്യണമെന്നാണ്. നമുക്ക് 2 നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തനിച്ച് പറഞ്ഞാല് നിങ്ങൾ ചങ്ങി ഒരു വർക്ക് ഉണ്ട്, നമ്മള് കല്യാണം നമ്മളെ കഥയിൽ തനിച്ചൊക്കെ അറിയാം. അപ്പം അങ്ങനെ എന്തോ വെച്ചാൽ അല്ല ഒരു നമ്മളെ ഭയങ്കര സന്തോഷം. ചങ്ങിന്റെ കല്യാണം വന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന വെച്ചാൽ ഒന്നാമത് അല്ലെ അത്രയും. കാരണം നമ്മളെ കല്യാണം ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം കല്യാണം ഇത് കല്യാണം ഇരുമയൊരു മനമായി ഒരുമിക്കും ചങ്കിൻ കല്യാണം കൂടേണം ഇനി നേരേണം ഒത്തൊരുമിച്ച് മംഗല്യത്തിന് മർഹബ. എൻ്റെ ഉപ്പക്കൊരു വാശിയുണ്ട് സ്വന്തം എല്ലാം ഉണ്ടാക്കണം. അപ്പൊ എന്നാലും ആ കല്യാണത്തിൽ കുറച്ച് എൻ്റെ ഉമ്മാവും സഹായിച്ചിട്ടുണ്ട്. ഉപ്പാട് പറയാണ്ട് ഉമ്മാവും സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഭയങ്കര എന്നോണം ഉമ്മ ഭയങ്കര കാര്യമാണ് ഉമ്മ. അപ്പൊ അങ്ങനെ ഉമ്മ സഹായിക്കേണ്ട രീതിയിലെല്ലാം ഉമ്മ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്കേണ്ടടുത്ത് ഞാനും ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ പെണ്ണുങ്ങൾ നമ്മള് 3 ഭയങ്കര
ഫ്രണ്ട്ലിയാ ആ, എൻ്റെ ഉമ്മാവും ഞാനും. ഉപ്പയാണ് കുറച്ചൊരു ഉപ്പ കുറച്ച് സൈഡാണ്, ഉപ്പാക്ക് പക്ഷെ ഉപ്പ അത് മനസ്സിലൊന്നുമില്ല. ഇല്ല, ഉപ്പാക്ക് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹവും. പക്ഷെ പിന്നെ നമ്മൾ തന്നെ എല്ലാം ആക്കണം എന്നുള്ള ഒരു ചിന്ത. പിന്നെ എല്ലാ ഉപ്പമാർക്കും ഉള്ളതാണല്ലോ, സ്വന്തം മക്കള് സ്വന്തം രീതിയിലാണെന്നുള്ള. അതുപോലെ താങ്കൾ ഇതിലേക്ക് നമ്മുടെ ഈ ചങ്കിന്റെ കല്യാണം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ചങ്കിന്റെ കല്യാണം അല്ലെ? നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒരു വിവാഹം അല്ലെ, വെഡിങ് അല്ലെ, ഒരു വലിയ രീതിയിൽ നടന്ന കാര്യം. അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമ്മളെ കല്യാണം വലുതാക്കിയിട്ടൊന്നും കഴിച്ചിട്ടില്ലേനു. ഞാൻ +2 ഫില്ലാക്കുന്നതിന് മുമ്പെയാണ് കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് +2 എക്സാം ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറുങ്ങനെയുള്ള ഒരു മംഗലായം കൊണ്ട് തൻസി പെട്ടെന്ന് നമ്മളോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ചങ്ങിന്റെ കല്യാണത്തിൽ വന്നു പറഞ്ഞ്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് 1.5 മാസം ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടും വിടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ ടീമായിട്ട് ഞാൻ എടുത്ത സൂട്ട് എന്റെ ഏട്ടന്റെ സൂട്ട് തന്നെയായിട്ട് എന്റെ ഏട്ടൻ സ്വന്തമായിട്ട് വാങ്ങിയതാ. അപ്പൊ ഞാൻ പുറത്ത് വെറുതെ വാടക അങ്ങനെയാണ് എന്റെ ഏട്ടന്റെ സൂട്ടും അതാണ് എന്റെ. പിന്നെ ഒരു നിക്കാനൊരു ഡ്രസ് ഇട്ടിന്, അത് അതേ ഡ്രസ്സാണ് സെയിം നമ്മളെ മംഗലം തന്നെ വിചാരിച്ചിട്ട് ചെയ്തതാ. കാരണം അതൊരു നമുക്ക് ലഭിക്കാത്തൊരു കാര്യമാണ്, മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്തൊരു ഒരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പം വിശ്വസിക്കുന്നത് എന്റെ കല്യാണം എന്ന് എന്റെ സ്വന്തം ശരിക്കും കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. ഇപ്പോഴും ഞങ്ങളോട് ഓരോരുത്തർ കല്യാണ വീഡിയോ ചോദിക്കുമ്പോ നമ്മൾ നേരെ കാട്ടി കൊടുക്കുന്നത് ചങ്ങിന്റെ കല്യാണം. അതാണ് നമുക്കൊരു കാട്ടി കൊടുക്കുന്നത്. നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഈ രംഗത്തുണ്ടായിരുന്നു അഭിനയം, അല്ലെ പാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. +1 ഉണ്ടായിരുന്നു. +1 ആ സമയത്താണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു വെക്കേഷനിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അപ്പൊ ആ +1 +2 ഒക്കെ സമയത്ത് ഫുള്ള് ഐഫോണൊക്കെ തന്ന എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ കുട്ടികളെ കാണിച്ചൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ റീൽസ് ടിക്ടോക്ക് ചെയ്തിട്ട്, അപ്പൊ റീൽസ് ഒന്നും ഇല്ലല്ലോ, ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര ഇതായി. അപ്പൊ കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ആ ഒരു ലെവലിൽ നിൽക്കുക. നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമില്, ഫോളോ ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് കുറെ ആള് ഇങ്ങനെ സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ഇങ്ങനെ സ്കൂൾ പോവാണ്ടുള്ളൊരു ഇതായിപ്പോയി. കാരണം കോള് കാര്യങ്ങളൊക്കെ ആയി, പഠിപ്പിനോടൊരു ഇത് വന്നു, വെറുപ്പ് വന്നു, ഇഷ്ടപ്പെടാത്തൊരു വന്ന്. അതുകൊണ്ട് +2 എനിക്ക് ഫില്ലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ പാട്ട് അല്ലെങ്കിൽ ഇത് ഈ രംഗത്ത് ഉണ്ടായിരുന്നു, ഡാൻസിലൊക്കെ? ഡാൻസിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പഠിച്ചിട്ടുണ്ടോ നൃത്തം? അത് പഠിച്ചിട്ടില്ല. ബ്രേക്ക് ഡാൻസ് കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളില്. ഒരു 4ാം ക്ലാസ് വരെ ഭയങ്കര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ കഴിയൂലല്ലോ, അങ്ങനെ ഒരു ഇത് വന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിൽ അവിടെ സ്റ്റോപ്പായി. എന്നാലും ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. താങ്കൾ ഇതുപോലെ ഈ സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂള് കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്ക് ശരിക്കും പറയാനുള്ളൂ. സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ വേറെ സ്കൂൾ മാറി. അന്നേരം എനിക്ക് നല്ല ഹാപ്പിനെസ്സിൽ സ്കൂൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റിയത് അന്നേരം. പക്ഷെ ആകെ 2 കൊല്ലം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂൾ ലൈഫ് ഞാൻ ചെറുപ്പം മുതൽ വളർന്നതും പിടിച്ച എൻ്റെ നാട്ടിലൊറ്റ സ്കൂളിലാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ. പക്ഷെ ആ സ്കൂളിൽ എന്താ പറയാ, എനിക്ക് വന്നത്ര ആരും സപ്പോർട്ടും സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുരുത്തക്കേടായിരുന്നു ഭയങ്കരത്തിൽ. ആൾക്കാരെല്ലാം എന്താ പറയാ, നമ്മളിപ്പോ ഒരു നാട്ടിലാകുമ്പോൾ നമ്മൾ കുറച്ച് പിള്ളേർക്ക് കുരുത്തക്കേട് ഉണ്ടാവും. ഞാൻ ഒരുപാട് കുരുത്തക്ക കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. അപ്പൊ ആ കുരുത്തകൾ കുറച്ച് വലുതായിട്ടും 4ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണിൽ തന്നെ വലിയ ആൾക്കാരെല്ലാം നമ്മളെ നാട്ടുകാരിൽ കാണും. അപ്പം ഓനൊക്കെ കൂടണ്ട, ഇവരൊക്കെ കൂടണെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ ഇറിറ്റേഷൻ വരും. അങ്ങനെയുള്ളതിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടോ. പഠിക്കാനും എനിക്ക് വിദ്യാഭ്യാസം ഭയങ്കര കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലിയിൽ പഠിക്കാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. എല്ലാം ഫ്രണ്ട്സ് നല്ല പിള്ളേരോടെല്ലാം പറയും, അവരിപ്പാവുമ്പോൾ ചില സമയം എൻ്റെ ഉപ്പാനെ പോയിട്ട് പറയും അവരൊക്കെ കൂടണ്ട പടക്കാവും. അങ്ങനെയെല്ലാം വന്നോണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ കുറെ കാലം പോയില്ല, വെറുതെ പോയി അടിമണിക്കുന്നത് സ്കൂളിലത്തെ കണക്ക് ഇതാതെ വന്നതിന് അതിന് അടി മാത്രം പഠിക്കുന്നതല്ലാണ്ട് വേറെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ആരും സംസാരിക്കാം പെണ്ണുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ പെണ്ണുണ്ട് സംസാരിച്ച് വന്ന് കുറച്ച് പെണ്ണുണ്ടോട് എഴുതിപ്പിച്ച് അതെല്ലാം ഒരു മജയല്ലേ. എനിക്ക് കിട്ടിയത് പിന്നെ കേട്ടോ. അങ്ങനത്തെ ഒന്നും ആരും സംസാരിക്കില്ല എന്നോട്, ഒരാളും മിണ്ടൂല. ഒരു കുഞ്ഞ് കാരണം ഒരു മനുഷ്യൻ എന്നോട് മിണ്ടൂല. എന്നെങ്ങനെ സ്റ്റേഷൻ കൊണ്ടുവന്നുണ്ട്. പിന്നെ ആരും മിണ്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ബാഡായിട്ട് പുള്ളറല്ല, നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് കേൾക്കില്ല, ഒന്ന് പേപ്പാന്ന് പറയും. അങ്ങനത്തെ ടീമുമായിട്ട് കൂട്ടിട്ട് കുറച്ച് ദുശീലങ്ങളിൽ തൊട്ടേക്ക് തുടങ്ങി ആ ഉള്ള രീതിയിൽ ഇറിറ്റേഷൻ കയറിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോവില്ല.
സ്റ്റോപ്പ് ചെയ്ത്. ഞാൻ സ്കൂളിൽ പോകുന്നതിന് ബാഗിൽ കളർ ഡ്രസ്സ് ഇട്ടിട്ട് മാറി ബൈക്കിനെല്ലാം മാറിയിട്ട് പോകും. അങ്ങനെ ഞാൻ തീരെ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ മതിയാക്കി. ഉമ്മ പറഞ്ഞു ഇങ്ങനെയാണ് നീ പോണ്ട. ഞാൻ മതിയാക്കി വീട്ടിൽ തന്നെ, പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടെന്നെ, എവിടെ പുറത്തൊന്നും വിടാണ്ട്. ഞാൻ കിട്ടിയ ചാൻസിൽ കഴിഞ്ഞാൽ ഒറ്റ പോക്കോ കേട്ടാ. ഞാൻ എല്ലാം അറിയാണ്ട് ഡോറായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരില്ല, അന്ന് പേർക്ക് വരുന്നുണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞ് പോകും. പിന്നെ സ്കൂൾ കുറേ പിന്നെ ഉണ്ടല്ലോ അന്ന് കുറേ പുരയിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ സ്കൂൾ മാറ്റി ചേർത്തു. അന്നേരം മാഷാഅല്ലാ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ആ സ്കൂളത്തെ എല്ലാവരും നല്ലോണം എന്നെ അംഗീകരിച്ച് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നല്ല ഫ്രണ്ട്ലി സംസാരിക്കാൻ തുടങ്ങി. ടീച്ചേഴ്സ് ആണെങ്കിലും വന്ന് പഠിപ്പിച്ചിരുന്ന പാഠം നമുക്ക് ശരിക്കും ഇങ്ങനെ ഉള്ളിൽ കയറുന്നു. അന്നാണ് ഞാൻ പഠനം എന്തെന്നുള്ള സത്യത്തിൽ പഠിച്ചത്. അത് മേക്കാട്ട് സ്കൂളാണ്. ഇനി നമ്മുടെ ഈ താങ്കളുടെ ഉപ്പ ഉമ്മ എനിക്ക് തോന്നുന്നു ഒരു സഹോദരി അല്ലെ, ഒരു പാടും അല്ലെ, അതിനെ കുറിച്ചൊക്കെ ആയിട്ട് വരും. എന്റെ സിസ്റ്റർ പാട്ട്, ഞാൻ ഗൾഫിലുണ്ടാകുന്ന സമയത്ത് ഇവള് നല്ലോണം പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് കാണിക്കും. പെങ്ങള് നുസ്രത്ത് മൊയ്തുന്ന പേര്. അപ്പം ഓളെ നല്ലോണം ഇൻട്രസ്റ്റ് കാണിക്കും പാടാൻ. അപ്പൊ ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ ഐഫോണിന്റെ ചെറിയ സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു ദുബൈയിലും. ആ സമയത്ത് ഐഫോണിൽ ഞാൻ മ്യൂസിക്കലിയിൽ പാട്ട് പാടും. ഞാൻ ഒരുപാട് പാട്ട് ഡെയിലി പാടിയിട്ട് കുടുംബത്തിൽ അയച്ചു കൊടുക്കും. അവരെല്ലാം സ്റ്റാറ്റസ് ഇടും. എല്ലാവരും സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞാൻ പിന്നെ പാടും. അപ്പൊ എന്റെ പെങ്ങൾ പറഞ്ഞു നമുക്ക് ഭയങ്കര പാടാൻ ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ ഞാനൊരു ഫോണ് കൊടുത്ത്, ഐഫോൺ ആകുമ്പോൾ നല്ല വാങ്ങി പാടാലോ. അപ്പൊ അവള് മ്യൂസിക്കലി തുടങ്ങി. മ്യൂസിക്കലല്ല സോറി സ്മൂള് എന്ന് പറയുന്ന ആപ്പാ. ഈ സ്മൂള് എന്ന് പറയുന്ന ആപ്പിൽ കയറി പാടി. പിന്നെ പാടിയിട്ട് അതില് ഓള് നല്ലോണം പാടിയിട്ട് വലിയ സിംഗർ ഒരാൾ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന ആളുണ്ടായിരുന്നു. ഓളങ്ങനെ എന്തൊക്കെ ആരോടോ വലിയൊരാളോട് പാട്ട് പാടുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, പാട്ട് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓള് സ്വന്തമായിട്ട് സ്റ്റുഡിയോയിൽ പോയി പാടി. ആ സമയത്ത് അവൾക്ക് വേറൊരു സോങ് കൊടുത്ത് അത് പാടി ഓള് ഭയങ്കര വൈറലായി. പിന്നെ ഞാൻ എന്താക്കി, പെരക്കാർ സപ്പോർട്ട് ഉണ്ടായിട്ട് ആ സമയത്ത് ഞാൻ അവൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ പോയി പാടിപ്പിച്ച് എല്ലാത്തിനും ഉമ്മാവും കൂടെ പോയി പാടും. പിന്നെ അതേപോലെ ആൽബത്തിൽ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ട് അവള് അങ്ങനെ പാലവില് പോന്നു. ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ചിത്രമൊക്കെ വരക്കും, നോവലൊക്കെ എഴുതുന്ന ആളാണ്. നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറുപ്പത്തില് പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കഥകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ ഇപ്പൊ എഴുതിയതൊക്കെ നോവൽ. ചിത്രം വരക്കും, പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ഉമ്മാക്കുണ്ട്, എല്ലാ കഴിവുണ്ട്. പക്ഷെ ഒന്നും പുറത്തിറക്കിയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നല്ലോണം എഴുതിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഥയായിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പൊ പറഞ്ഞത്. അത് വേറെ ആള് ഇതിൽ വന്നിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും ഓരോ പാട്ട് കവിത എഴുതിയിട്ടുണ്ട്, പാട്ട് നോവൽ എഴുതിയിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാം. നേരത്തെ താങ്കള് മേനു പറഞ്ഞു പിന്നെ ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പാട്ടൊക്കെ പാടി കേൾപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കളൊരു രണ്ടുപേര് പാടിയാല്. നമ്മള് ചങ്ങിന്റെ കല്യാണം തന്നെ ഞാൻ രണ്ടുപേര് പാടിത്തരാം. കല്യാണം ഇത് കല്യാണം, ഇരുമിയൊരു മലമായി ഒരുമിക്കും ചങ്കിൻ കല്യാണം, കൂടേണം ഇനി നേരേണം, ഒത്തൊരുമിച്ച് മംഗല്യത്തിന് മർഹബ പാടേണം. വിരിഞ്ഞ നാളല്ലേ ഇതളായി വിരിഞ്ഞൊരാ മുല്ലേ, ചേലൊത്ത മാരനെ കാത്തു നിന്നിടും പെണ്ണെ നീയാരോ. ഇഷ്കിൽ വിരിഞ്ഞ നാളല്ലേ ഇതളായി വിരിഞ്ഞൊരാ മുല്ലേ, പൂവൊത്ത നാരിയെ ചേർത്തു നിന്നിടും മാരൻ ഇവരാ. റിഫാന് ഈ രംഗത്ത് പാട്ടിൽ കൈവച്ചിട്ടുണ്ടോ? ഇല്ല, അത് മാത്രം പറയരുത്. എന്തായാലും അഭിനയം മാത്രമാണല്ലേ? ഓള് റീൽസ് ചെയ്യാൻ നോക്കി. പണ്ട് ഞാൻ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്നോട് പറഞ്ഞ എന്റെ കയ്യില് ഐഫോൺ 6+ ഉണ്ടെന്ന്. ആ സമയം എന്റെ ഒറ്റ ഫോണാണ്. ആ സമയത്ത് എന്നോട് എൻഗേജ്മെന്റ് സമയത്ത് എനിക്ക് പിള്ളേർ മുമ്പിൽ ചങ്ങായി മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത് ഫോണുമില്ല, വീഡിയോ കോൾ ആക്കണം എനിക്ക്. അപ്പൊ വീഡിയോ കോൾ ആക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ എന്റെ ഫോൺ കൊടുത്ത ഐഫോൺ കൊടുത്ത്. പിന്നെ ലാസ്റ്റ് ഞാനൊരു ടോർച്ച് സെറ്റ് എടുത്ത്. പിന്നെ വീഡിയോ കോൾ ആക്കാൻ കഴിയുന്നില്ല. പിന്നെ ആ ഫോൺ എടുക്കാൻ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത വിവോ V9. ഇതിപ്പോ നിങ്ങൾ ഒരുപാട് ആൽബങ്ങൾ ഒന്നിച്ച് ജോഡിയായിട്ട് ചെയ്തു അല്ലെ, കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ട് വന്നു. ഈ നമ്മുടെ ഈ ചങ്ങിന്റെ കല്യാണത്തിന് പുറമെ ഏറ്റവും മികച്ചതെന്ന് നിങ്ങൾക്ക് സംതൃപ്തി തോന്നിയതെന്ന് പറയുമ്പോൾ ഏത് നിങ്ങൾ സെലക്ട് ചെയ്യാം?
എല്ലാം ഇഷ്ടമായിരിക്കും, എന്നാലും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ നിക്കാന്റെ പെണ്ണ് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളതാ, മോനും ഉണ്ട് അതില്, ചെറിയ മോനും ഉണ്ട്. പിന്നെ എന്റെ മോളായിട്ട് വേറൊരു മോളും ഉണ്ട് അതിൽ ആക്ട് ചെയ്യുന്നുള്ള. അത് നല്ല ലൈക്കായി. നമ്മളെ ഒന്നാമത് അസാനുവിന്റെ സ്റ്റാർട്ടിങ് ആൽബമാണ്. പിന്നെ അവൻ 1-ാം മാസം ഷൂട്ട് ചെയ്ത ആൽബമാണ്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട വർക്ക് ഒരുപാടുണ്ട്. ഇവൾക്ക് ഇഷ്ടപ്പെട്ട പറയാൻ തൻസിന്റെ കൂടെ നമ്മള് അടിപൊളി കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കുകൾ ഇഷ്ടമാണ്. പുതിയൊരു വർക്ക് അടിപൊളി വർക്ക്. അവളണിഞ്ഞൊരുങ്ങി കമറ മറുകും കവിളിൽ അഴക ഇട കണ്ണിട്ട് നോക്കല്ല പെണ്ണേ. നമുക്കറിയാം, പൊതുവേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആൽബം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഒരു മുസ്ലിം കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ ചില പ്രയാസങ്ങൾ നേരിടാറുണ്ട്. അത്ര പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്, കൊറേയൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇങ്ങനെ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ കുടുംബക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തില് ഇങ്ങനെ വന്നതും അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ എതിർപ്പുണ്ടായിരുന്നു കല്യാണത്തിന്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞങ്ങളെ കല്യാണം നടന്നത്. സ്വന്തം ഉപ്പാവും ഉമ്മാവും ആയിട്ടല്ല പ്രശ്നം, കുടുംബക്കാരാണ് പ്രശ്നക്കാർ. കല്യാണം എല്ലാരും ഒന്നല്ലട്ടാ, അതില് 2-3 ഭയങ്കര അടിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാല് ഇവര് കല്യാണം ഇപ്പൊ മേനുവിന്റെ ഉമ്മാവും ഉപ്പാവും എന്നെ സ്വീകരിച്ചത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രയും അവരവിടുന്ന് നാണം കെടുത്തിട്ട് വിട്ടിട്ടുണ്ട്. എന്റെ ഫാമിലി, എന്റെ സിസ്റ്റർ ഇവിടെ, പിന്നെ എന്റെ സിസ്റ്റർ ലവ് മാരേജ് ആണ്. സിസ്റ്റർ കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയായ സമയത്ത് പൊരയില് എന്താ പറയാ, ഒരു ഗർഭിണിക്ക് പല ഇതും തോന്നൂല, ഒന്ന് കറങ്ങണം, നല്ല ഒന്ന് റിലാക്സ് ആയിട്ട് നിക്കണം എന്നുള്ള. പിന്നെ എന്റെ പൊരയില് എന്താ അറിയില്ല, എനിക്ക് നിൽക്കുമ്പോഴും ഒരു എന്താ പറയാ വീർപ്പൂട്ടലാണ്, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ എനിക്കും ഇങ്ങനെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എന്റെ പെങ്ങള് പറഞ്ഞ എന്നോട്, പിന്നെ നീ ആടെങ്കിലും ഒരു റൂം ഉണ്ടോ നോക്കോ, ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് ഇതാവുന്നവരെ ഒന്ന് നിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചീക്കിലോട് നമ്മൾ കുറെ അന്വേഷിച്ചു, റിഫാന്റെ ഉപ്പാവും സഹായിച്ചു. പിന്നെ ഇവിടെ റിഫ ഉണ്ടായത് കൊണ്ട് അന്നേരം ഈ പ്രദേശത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാല് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇവരുണ്ടല്ലോ, ആ ഉള്ള രീതിയിൽ നമ്മൾ ചീക്കിലോട് ഒരു വീടെടുത്ത് കുറച്ചങ്ങോട്ട്. അന്നേരം എനിക്ക് ഷൂട്ട് ഉണ്ടായി വയനാട് ഷൂട്ടിന് ഞാൻ പോയതാ. ഞാൻ ഇവര് വരുന്ന കാര്യം മുന്നേ എന്റെ ഉമ്മാവും, എന്റെ പെങ്ങള്, എന്റെ ബ്രദറ്, എന്റെ ഉമ്മ, എന്റെ അളിയൻ, പെങ്ങളെ ഭർത്താവ്, ഇവര് 4 ആളാണ് അടുത്ത ട്രെയിനിൽ വന്നത്. ഇവര് വന്ന് ചിക്കിലോട് കുടികൂടല്ല, അപ്പൊ എല്ലാരും വരുമല്ലോ. അങ്ങനെ ഇവള് എന്റെ വൈഫാമെന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഇവൾക്ക് എന്റെ ഉമ്മ കാസർഗോഡ് കുറച്ച് സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഓളെ വിളിച്ചു. ഇതൊന്നും ഞാൻ അറിയില്ല. അതിന് ഞാൻ വയനാട് ഷൂട്ടല്ലേ, ഞാൻ ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ ഞാൻ ഇവര് വീടി ഉണ്ടല്ലേ, ലൊക്കേഷൻ ഇവരയച്ചെന്ന് ഞാൻ നേരെ ഇവരെടുത്ത് പോയി. ഞാൻ കിടന്നുറങ്ങി. ഇവളാടെ ഇല്ല ആ സമയത്ത്. ഞാൻ കിടന്നുറങ്ങിയിട്ട് എന്റെ ഉമ്മ ഇവളെ രാവിലെ വിളിച്ചു വരുത്തി. ഇവളെ ഉമ്മാവും ഉപ്പാവും ഇവളെ ആടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ഇവർക്ക് ഉണ്ടാക്കി പണി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവര് 2 ആളും ജോബിന് പോകണം. അപ്പം ഇവർക്ക് ഉണ്ടാക്കാൻ പണി ഉണ്ടായതുകൊണ്ട് ഇവര് 2 ആളും ഇവളെ ഇറക്കിയിട്ട് പോയി. ഉപ്പ ഉമ്മാണ് കേട്ടോ ഇറക്കുന്നത്. എന്നിട്ട് ഇവളെ ഉമ്മാന്റെ ഞാൻ ഉറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് ഉമ്മാന്റെ ആങ്ങളേട്ടൻ ഫുള്ള് ജനങ്ങളെയും കൂട്ടിട്ട് അഭിവാദം എന്ന് പറഞ്ഞിട്ട് 2 ആളെയും പറഞ്ഞ ഫുള്ള് നാട്ടാരെയും എല്ലാരും വിളിച്ചു വരുത്തി ഭയങ്കരത്തില്. ഞാൻ കുറെ ആള് സൗണ്ട് കേൾക്കുന്നു. ഞാൻ ഉറങ്ങി നിൽക്കുമ്പോൾ ഫുള്ള് ആള്. അപ്പൊ ഞാൻ ഇയാളെ കണ്ട്, ഇവളെ അയാളൊക്കെ അറിയുമല്ലോ, ചാറ്റ് ചെയ്തതാ, എന്നോട് നല്ല ഫ്രണ്ട്ലി ചാറ്റ് ചെയ്താ. ഞാൻ പുറത്ത് പോയി ഡോർ തുറക്കുമ്പോണ്ട് എന്താ വെച്ചിട്ടാണ് ഇയാള് ഫുള്ള് റോങ് എന്നോട്. ഞാൻ ഫുള്ള് ഷോക്കാട്ടോ ആ സമയത്ത്. നമുക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എന്ത് സംഭവം വെച്ചാൽ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു വേണ്ടാത്ത വിഷയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ചൂടായി. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഉറക്കില്ല, എനിക്കൊന്നും അറിയില്ല. ഇവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അഭിവാദം നടന്നതാ. ഞാൻ ഇവിടെ ഒന്നിച്ച് നിന്ന് അനാശാസ്യം നടന്നതാ. എന്നിട്ട് ആളില്ല, ആൾക്കാരെല്ലാം കൂട്ടി, അയൽവാസികൾ ആ സമയത്ത് മേനോന്റെ പെങ്ങളും കാക്കയുള്ളൂന്ന് വിചാരിച്ചു വീട്ടില്. പക്ഷെ ഉമ്മ ഉപ്പാവും അനിയനും എന്നുള്ള ഒരു വിചാരിച്ചില്ല. കേറി വരുമ്പോ ഓരെന്നെ ഷോക്കായി. ഫസ്റ്റ് ഇവരെല്ലാരും കണ്ടപ്പോ എന്താക്കും, നാട്ടുകാരെ മൊത്തം വിളിച്ചറിഞ്ഞല്ലോ. എന്നാലും നാട്ടുകാരാക്കി ഇവര് മുങ്ങി കളിഞ്ഞിനെ. ആ കഥ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇവരെന്താക്കിയോ എല്ലാം വിളിച്ചു വരുത്തി. ഞാനാ തുറന്ന്
ഇവള് നമ്മളെ പേടിച്ചളിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, നമ്മളതിനിപ്പോ എന്താ നമ്മളെ പ്രകാരം നമ്മൾ ഒരു ഇതും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വാടക എടുക്കേണ്ട ആവശ്യമുണ്ടാ. എന്നിട്ട് ഞാൻ എന്താക്കി വായിൽ തുറന്ന് അയൽവാസി നമ്മളെ സ്റ്റാർട്ടിങ് കുടി കൂടുന്ന സമയത്ത് അവിടുത്തെ അയൽവാസികളെല്ലാം നല്ലോണം സഹകരിച്ചത് നമ്മളെ. അവരൊക്കെ നമുക്ക് വന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട പ്രൈസ് സ്പൂണും കാര്യവും എല്ലാം ഇല്ലാത്ത സാധനമൊക്കെ ഗ്യാസ് എല്ലാം സെറ്റിങ്സ് ചെയ്താ. നമ്മൾ ഗ്യാസും വാങ്ങിച്ച് എത്രയോ അഡ്വാൻസും കൊടുത്ത് എല്ലാം സെറ്റിങ്സ് ചെയ്തതാ. പാത്രങ്ങൾ വാങ്ങി എത്രയോ 1 ലക്ഷോളം പൊട്ടി നമുക്ക്. അത്രയും നമ്മൾ പാത്രങ്ങൾ ഇതെല്ലാം വാങ്ങി സെറ്റാക്കിയതാ. അവര് പോലും ലാസ്റ്റ് പറഞ്ഞവരോട് എനിക്ക് തോന്നിയിന് ഫസ്റ്റ് കാണുമ്പോഴേ ഇവരെന്തോ ഉടായ്പുണ്ട് എന്ന്. അവര് പോലും പറയുമ്പോ നമുക്ക് ഭയങ്കര വേചാല. അത്രയും നാണം കെടുത്തിന് നമ്മളെ. ആര് ഇവളെ ഉമ്മാന്റെ ഏട്ടൻ റിയാസ് എന്ന് പേര്. ചിലപ്പോ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നേരിട്ടത് അതായിരിക്കും അല്ലെ, ഇതുവരെയുള്ള കാലഘട്ടത്തിൽ. ലാസ്റ്റ് ഞാൻ ഇവിടെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു. ഓൺ സ്പോട്ടിൽ ഞാൻ വിളിച്ചത് ഇവിടെ ഉപ്പാനും ഉമ്മാനും ഇവിടെ ഏട്ടനെ വിളിച്ചത്. അങ്ങനെ ഇവര് വന്നിട്ട് യോനെ കണ്ടപാട് ഇവര് രണ്ടാളും മുങ്ങി കാണുന്നു. ബാക്കിയുള്ളവര് പിന്നെ നാട്ടുകാർക്കൊന്നും പറയാനില്ല. ഇവര് പപ്പാ നാക്കുന്നു. ഞാൻ എന്താക്കി പിന്നെ പോലീസ് പിന്നെ ഞാൻ എന്താക്കി ഇവിടെ ഉമ്മ ഉപ്പാലും വന്ന് അങ്ങനെ നമ്മളെല്ലാരും കൂട്ടി ഫ്ലാറ്റിൽ കൊണ്ടാക്കിയിട്ട് അനക്കെല്ലാം ചൂട്ടി വന്നു. ഞാൻ എന്നിട്ട് ഇവളെ ഉപ്പാനെ ഇവളെ ഉമ്മാന്റെ ഏട്ടനില്ലേ, ഏട്ടന്റെ മോനില്ലേ ചെറുത്, ഓൻ വിളിച്ചിട്ട് എടാ പോടാൻ്റെ മറ്റേ ചീത്തവിളി ഇവളെ ഉപ്പാനെ ചീത്തവിളി കേട്ടിട്ട് ഞാൻ എന്താക്കി ഇവര് രണ്ടാളെ പോയി. ഓൻ എന്റെ ഫോൺ എടുത്തിട്ട് പോയി. ഞാൻ നല്ലൊരു ഫോണേ ഉള്ളൂ. ഞാൻ ബാക്കിൽ പോയി. അപ്പോണ്ട് ഭയങ്കര ഫൈറ്റിങ് അടിയാണ്. ഫൈറ്റിങ് നാട്ടിൽ ഓട്ടും വെച്ചിട്ട് അടി. അതിന് ഞാൻ പിന്നെ രണ്ടാളെ തടുത്ത് ഇതാണ്ടാണ്ട് വിളിച്ച്. അപ്പൊ ഓൻ എന്റെ ഗോൾഡ് സ്റ്റാൻഡുണ്ട്. ഞാൻ എന്താ നല്ലോണം കൊടുത്ത്. പിന്നെ എന്താക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാറ്റിൽ വന്നിട്ട് അന്നെ ഒരുത്തന്നെ തല്ലാന് 100 ആൾക്കാരല്ലേ. അന്നക്ക് വാശി പിടിച്ച് ഈ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കും, ഇവിടെ തന്നെ വന്നു എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്നാല് നമുക്ക് കാണാന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ പ്രഗ്നന്റ് ആയ മേനുവിന്റെ പെങ്ങളും ഉമ്മാവും ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെത്തിക്കലും. ആ ഒരു സീനൊക്കെ പോലീസുകാരെ വിളിച്ച് സംഭവം നമ്മള് പറഞ്ഞു. നമ്മള് കാക്കൂര് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത. അന്നേരം എന്നെ പുറത്ത് വിട്ടിട്ടാ. എനിക്കൊരു കാരണം അറിയുന്നില്ല. ഇവര് 100 ആൾക്കാരാ പുറത്ത് നോക്കുമ്പോ. ഇവരെന്തോ സംഭവം മാതിരി നമ്മളെ ഇതാക്കുന്ന ഒരു അങ്ങനത്തെ കണ്ണിലെ കാണുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ കാസർഗോഡ് ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഇവര് ബംഗാളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ വന്ന അയാൾ പറയും ഞാൻ ഈ നാട്ടുകാരനാണ്, തണ്ടാക്കും ഇങ്ങോട്ട് തണ്ടാക്കും. അത്രയും ധൈര്യം നമ്മൾ അത്രയും ആത്മവിശ്വാസം ഫ്രണ്ട്ലി ആക്കി കൊണ്ടടക്കും. ഇത് ഇങ്ങനത്തെ ഒരു ഞാൻ ഇതുവരെ കണ്ടു ഞാൻ ലൈഫിൽ. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ല എന്തായാലും അതിനുശേഷം വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോഴ് വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലെ. പ്രശ്നമാക്കിയ ഒരു പ്രശ്നത്തിൽ പോകുന്നു, നിങ്ങൾ സുന്ദരമായിട്ട് പോകുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ ഉള്ളവരെ ഞാൻ ഫാമിലി ആയിട്ട് പിന്നെ ഇവിടെ ഫാമിലി എല്ലാവരായിട്ടും കമ്പനി. പക്ഷെ ഞാൻ ഒരാളെ മാത്രം എത്ര അല്ലേ അടുപ്പിക്കില്ല. നമുക്ക് ആ മറക്കാൻ പറ്റാത്ത സ്വപ്നം. കാരണം അന്നെ ചെയ്തതോ അന്നെ ചീത്ത വിളിച്ചാലോ അന്നെ അടിച്ചാലോ എനിക്ക് പ്രശ്നമല്ല. എൻ്റെ പെങ്ങളോന് 3-ാം മാസം ഗർഭിണി ആ സമയത്ത് ഒരുപാട് ടെൻഷൻ. എൻ്റെ ഉമ്മ കരിഞ്ഞൊക്കെ കാണാം ഇതായില്ല. ഞാൻ ജനിച്ച മുതലേ ഉമ്മക്ക് എപ്പോഴും കണ്ണീരാ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ നല്ല മറക്കാൻ പറ്റാതെ ഇരുന്നുണ്ട് ആളുടെ ഇതല്ല. പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മൾ ആർക്കെല്ലാം എന്തെല്ലാം ഇഷ്ടമല്ല അതന്നെ ചെയ്ത് നടന്നു. നമ്മൾ ആരും പേടിക്കാണ്ട് പിന്നെ നമുക്ക് ഒരാൾ പേടിയില്ല. നമ്മള് മാരേജ് സർട്ടിഫിക്കറ്റുകളും ചെയ്തപ്പോ അടുത്തങ്ങാനാ അതിന്റെ ആവശ്യം. നമ്മളായിട്ടുള്ള ഒറ്റ ജീവിതം, നമുക്കൊന്നും വേറൊന്നും വേണ്ട. അല്ലെ അങ്ങനെ ഒറ്റൊരു ലൈഫിൽ പോകുന്നു. ഓക്കെ, ഇനിയിപ്പോഴ് മോന്റെ കാര്യത്തിലേക്ക് വന്ന മോനും ഇപ്പൊ തോന്നുന്നു 1.5 വയസ്സായിട്ടുള്ളൂ അല്ലെ. അപ്പോഴേക്കും നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു അല്ലെ, നിങ്ങളുടെ വർക്കിൻ്റെയോടൊപ്പം. അതിനെ കുറിച്ചിട്ട് ഓന് ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ഇക്കാന്റെ പെണ്ണ് എന്നുള്ള വയനാട്ടിലേക്ക് പോകുന്നത്. ഭയങ്കര തണുപ്പായ ഒരു ടൈമിൽ ഓനെയും കൊണ്ടിട്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ അവിടെ എത്തി ആ ഷൂട്ടിൽ ഓന് പങ്കെടുത്ത്. ചെറിയ കുഞ്ഞല്ലേ, അപ്പൊ പങ്കെടുത്ത് ഒരു സീനൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഓന് നമ്മളെ രീതിയിൽ തന്നെ വന്നോണ്ടുണ്ടായിരുന്നു. ഓനെ കൊണ്ട് ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല, ഒരു ഉപദ്രവം ഒന്നും ഓനെ അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഓനെ കുറച്ച് ഫോട്ടോസ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി. ജനിച്ച പാടുള്ള ഫോട്ടോസ് ജനിച്ച ഫോട്ടോ ഇട്ടപ്പോ തന്നെ നല്ല ലൈക്ക് ഒരു പേര് അസാൻ മെഹ്നു എന്ന് പേരിട്ടാൻ തന്നെ ഭയങ്കര ലൈക്ക് നല്ല ലൈക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച
300 ഫോളോവേഴ്സ് ഇട്ടപാട് ഞാൻ എന്റെ അറിയുന്ന ഫ്രണ്ട്സിന് കൊടുത്തിട്ടാകുമ്പോ പിന്നെ ഷെയർ ചെയ്ത് ഫോളോവേഴ്സിനെ കാട്ടി ലൈക്കാ കൂടുതൽ. അപ്പൊ നല്ല സന്തോഷമായി. പിന്നെ ഓന്റെ ജനിച്ച പാടുള്ള ഫോട്ടോ എല്ലാരും വെയിറ്റ് ചെയ്തത്. ഇപ്പൊ അടുത്ത് ഏതെങ്കിലും വർക്കുകൾ ചെയ്തോ? പിന്നെ എന്തെങ്കിലും മോന്റെ 2 വർക്ക് ഉണ്ടല്ലോ. ആൽബം മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് അല്ലേ, സജീവമായിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് അത് ഞാൻ മോനെ ഡെലിവറി ആയി കുറച്ച് കഴിയാണ് ഞാൻ മേനു ഈ പ്ലാനിങ്ങിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബ് തുടങ്ങാമൊക്കെ പറഞ്ഞു. അപ്പൊ മേനു പറഞ്ഞ് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, അത് നമുക്ക് വിചാരിക്കും പോലെ ഒന്നല്ല, കിട്ടൂല ആക്കൂലെന്ന് കുറെ നെഗറ്റീവൊക്കെ അടിച്ചു. പക്ഷെ ഞാൻ മൈൻഡൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഞാനൊരു ആത്മവിശ്വാസം കൊടുത്തിനി, ഒന്നിലും തളരാൻ പാടില്ല, ഒരാളി പേടിക്കാൻ പാടില്ല. നീ സ്വന്തം ഇഷ്ടം നമ്മളെ, അത് നീ നോക്കിക്ക, നമ്മ വിചാരിച്ച എന്തും നടക്കും. ആളുടെ ആത്മവിശ്വാസം കൊടുത്ത് പിന്നെ ഞാൻ തന്നെ അവളെ കുറച്ചായിട്ട് നെഗറ്റീവ് അടിച്ച്. യൂട്യൂബിനെ കുറിച്ച് മര്യാദ നമ്മള് പഠിച്ചില്ല, പഠിച്ചു വരുന്നേ. നിലവിലുള്ള ചിത്രം എങ്ങനെയാണ്? യൂട്യൂബിന്റെ ഏതൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് പേര്? അത് ഇപ്പൊ മേനു ഫസ്റ്റ് തുടങ്ങിയ ചാനലാണ്, ആദ്യമേ ഉള്ള ചാനലാണ്. വെറുതെ ഇങ്ങനെ നമ്മള് പേരിടല്ലോ, അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ് ആ ചാനല്. പിന്നെ കുറച്ച് സ്റ്റാർട്ടിങ്ങുള്ള മേനു ചാനൽ, ആ മേനു ചാനൽ മൊത്തം ഉണ്ടാക്കിയത് ഇവളാണ്. ഇവളൊറ്റക്ക് എന്നോട് പറയാണ്ട് ആരോ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ മോണിറ്റൈസേഷനും കാര്യമെല്ലാം പഠിച്ചു. അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറഞ്ഞെന്ന് ബാക്കി നിങ്ങളാക്കിക്കോ, ബാക്കി ഞാൻ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് വന്ന് പിന്നെ ഫണ്ട് വരാൻ തുടങ്ങി, ഡോളർ കാണിക്കാൻ തുടങ്ങി, പിന്നെ ഇൻട്രസ്റ്റ് കൊറേ ആളെ നമ്മള് ഞാൻ എന്താ പറയാ പറ്റൂല ഇവിടെ നെഗറ്റീവ് അടിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരോട് സഹായം ചോദിച്ചു. അപ്പൊ എല്ലാരും ചെയ്യാന്നെല്ലാം പറഞ്ഞല്ലാണ്ട് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഒരാൾക്ക് ഇപ്പൊ നിങ്ങള് പുറത്തുനിന്ന് എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞുതരാൻ പറ്റൂലോ. അപ്പൊ പറഞ്ഞു യൂട്യൂബിൽ നോക്കി നോക്കാണ്ട് പിന്നെ ബാക്കിയുള്ള യൂട്യൂബിൽ നോക്കി ഈ ആഡ്സൻസിനെ കുറിച്ചിട്ട് A to Z പഠിച്ചു, എല്ലാം പഠിച്ച്. ഞാൻ അതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ആഡ്സൻസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പഠിച്ചിട്ട് ഇവള് ആ മേനു ചാനൽ ബാക്കി ഞാൻ കൊണ്ടുവന്ന് പിന്നെ നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി. സ്റ്റാർട്ടിങ് നല്ല റീച്ച് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്ത വീഡിയോസ് മോശമായിരുന്നു. നമുക്കറിയില്ലല്ലോ കുറച്ച് കൊളാബ് കിട്ടിയിരുന്നു, ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇട്ടത് ഫസ്റ്റ് തന്നെ. അപ്പൊ അത് കൊറേ ഇട്ടിട്ട് പോയി. പിന്നെ എല്ലാവർക്കും ഒരു ചടപ്പ് കുടുങ്ങി നമ്മളത്. പിന്നെ ഞങ്ങളെ ലവ് സ്റ്റോറി ഇട്ട് ഒരു കാണാം, അതിൽ ഭയങ്കര റീച്ച് ആയിരുന്നു. എത്രയോ ലക്ഷം വ്യൂവേഴ്സ് കയറി, കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അക്കൗണ്ട് കയറാൻ തുടങ്ങി നല്ല ലക്ഷങ്ങൾ. അപ്പൊ 1 ലക്ഷം അടിക്കാനായ സമയത്താണ് അക്കൗണ്ട് ടെർമിനേറ്റഡ് അടിഞ്ഞത്. കുഞ്ഞിനും കൊണ്ട് അപകട മേഖലയിൽ എത്തി അതുകൊണ്ട് മെസ്സേജ് കാരണം ഒരു വാണിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല, തട്ടിക്ക് അടിച്ചായിരുന്നു. അതിനുശേഷം നമ്മള് കൊറേ തുടങ്ങി, ആകുമ്പോ ഏത് പോയാലും പ്രശ്നമില്ല. ഇപ്പൊ എന്റെ പേരിൽ ഒരു ചാനൽ ഉണ്ട്, അതിൽ 24K ഉണ്ട്. അത് അന്നേ തുടങ്ങിയതാ മേനു. അത് റിഫ മെഹനു ചാനൽ എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. അത് ഞാൻ സംഭവം മേനു ചാനൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ സിംഗിൾ ആയിട്ട് ഒന്ന് വെറുതെ തുടങ്ങിയതാണ്. ഇവിടെ അറിയില്ല തുടങ്ങുമ്പോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5K സബ്സ്ക്രൈബ് ആകുമ്പോ ഞാൻ പറഞ്ഞത്. കൂടാതെ ബ്ലോഗിലേക്ക് അല്ലേ, ബ്ലോഗ് അതിനെ കുറിച്ചിട്ട് വ്ളോഗ് എന്ന് പറയാൻ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ഞങ്ങള് ഇറ്റ്സ് മീ മെഹനു, ഇറ്റ്സ് മീ റിഫ, അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിന് തുടങ്ങി. പിന്നെ മാറി ഇപ്പൊ വെൽക്കം ബാക്ക് ടു മേനു ചാനൽ തുടങ്ങി. ഇപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ച് ഓരോരുത്തരതൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇപ്പൊ ഒരു ലെവലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പോകുന്നത്. ഇപ്പൊ ഫുഡിൻ്റെ ഉണ്ട്, പിന്നെ ട്രാവലിംഗ് ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ടുള്ള ഉണ്ട്, ചാലഞ്ച് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആണ്. ഫോക്കസ് ചെയ്യാൻ താല്പര്യം ഫാമിലി ട്രാവലിംഗിലേക്കാണ്. ഫാമിലി ഇടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാണാൻ ആഗ്രഹമുള്ള എല്ലാരെയും നമ്മള് മീറ്റപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളോട് ഇഷ്ടമുള്ള ഈ എന്താ പറയാ മാക്സിമം ഈ ആൽബം ഫീൽഡിലാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കെല്ലാം നമ്മൾ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ആൽബം അഭിനയിക്കാനുള്ള എല്ലാ ഇഷ്ടമുള്ള ആൾക്കെല്ലാം നമ്മൾ ചാൻസ് കൊടുക്കും. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആള്, ചില ഈ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ നല്ല താല്പര്യമുള്ള ടീമാണ്, പക്ഷെ അവർക്ക് പോകാനൊരു ഇതുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുറെ ആളെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ കൂടെ ഓരോ സീസണിലും നമുക്ക് ഓരോ പരസ്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഈ റിസോർട്ടും കാര്യമെല്ലാം നമ്മൾ പരസ്യം മാതിരി ചെയ്യലുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി പിന്നെ
ആരെങ്കിലും കൂട്ടും, ഏതെങ്കിലും ടീം ഇങ്ങനെ പോകാനുള്ള ഓരോ ട്രാവലിങ്ങിന് ഓരോരോ ടീമായിരിക്കും നമ്മളെ കൂടെ. എവിടെയൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയി ട്രാവലിംഗുമായി ബന്ധപ്പെട്ടിട്ട്? അങ്ങനെയാണെന്നറിയാന് പോയത് പോവാറില്ല. നമ്മള് മൂന്നാറിൽ പോയി. കേരളത്തിൽ ഏകദേശം റിസോർട്ട് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫില്ലായിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും മൂന്നാറ് 10 റിസോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വയനാട് ഇപ്പൊ ഏകദേശം 4 ലാസ്റ്റ് ചെയ്ത. പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പം മൊത്തത്തിൽ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. ഓൾ ഇന്ത്യ ട്രാവലിംഗിൽ താല്പര്യം. കൊറോണ ആയതുകൊണ്ടാണ് അതൊക്കെ. ഈ മോഡൽ രംഗത്തേക്കും അല്ലെ കൈവച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട്? അതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കെല്ലാം മാനുമാണ് ചെയ്തു തന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ മാനു ഓക്കെ പറഞ്ഞാല് ഞാനും ഓക്കെയാണ്. അങ്ങനെ എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പണ്ടേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര കുറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഇതിന്റെ അടുത്തായിട്ട് ഞാനൊരു മോഡലിംഗ് ഷൂട്ട് ചെയ്ത്, അത് നല്ല അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യണം. എനിക്ക് മോഡല് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാന്. ഗൃഹലക്ഷ്മിയിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പോകണം. നമ്മുടെ ഈ അഭിനയ രംഗത്ത് വന്നു, ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു, ബ്ലോഗിൽ വന്നു, യൂട്യൂബ്, ഒപ്പം മോഡലിംഗ്. ഇപ്പം ഈ നമ്മുടെ ഈ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് കാണുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒപ്പം ഈ സിനിമയിൽ ഏത് നടിയെ ഏത് നായകനെ ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ ഉണ്ടാവും, അങ്ങനെ ആരൊക്കെയാണ്? അങ്ങനെ സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് ദുൽഖറും മമ്മൂട്ടിയും. അച്ഛനും മകനെയാണ് ഇഷ്ടം. പിന്നെ ദുൽഖറിന്റെ വൈഫിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓളെ എല്ലാ ഫോട്ടോസും ആ വൈഫ് ഭയങ്കര ചിരിച്ചിട്ടാണ് ഉണ്ടാവുക. എന്ത് ചീത്ത പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെട്ടാലും ചിരിച്ചോണ്ടിരിക്കും. പറയാൻ തോന്നില്ലല്ലോ. ചില സമയം ദേഷ്യം വരും. ഈ നമ്മുടെ നടിമാരില് സെലക്ട് ചെയ്യുമ്പോഴേ നടിമാരെന്ന് വെച്ചാല് നസ്രിയന ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ അവളെ പാട്ടൊക്കെ കേൾക്കായിരുന്നു ചെറുപ്പത്തിലെ. അങ്ങനെ ഓവറൊന്നുമില്ല, എല്ലാരും ഇങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ തലമ കേട്ടിട്ട് ഞാൻ ആരെയും അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ താങ്കളോ സിനിമ ഫീൽഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ ഈ അഭിനയത്തില് മികച്ച എന്നൊക്കെ പറയുമ്പോൾ നടൻ നടിയിട്ട് ആരെയൊക്കെ സെലക്ട് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നടീന് അങ്ങനെ വലിയ ആരായിട്ടും ഇല്ല. പിന്നെ ഒന്നാമത് നമ്മളെ നാട്ടുകാരി ആയതുകൊണ്ട് കാവ്യ മാധവൻ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനും ദുൽഖറിനാണ് മെയിൻ കാര്യം. പിന്നെ അങ്ങനെ എല്ലാരും ഈ കോമഡി ഫീൽഡ് എല്ലാരും ലൈക്കാണ് ഭയങ്കര. സുരാജ് എല്ലാരും ഭയങ്കര ലൈക്കാണ്. പിന്നെ ടൊവിനോ ഇപ്പൊ ട്രെൻഡിങ് ടൊവിനോ ഉള്ള കാര്യമാണ്. പുതിയ വർക്കുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് പ്രോജക്റ്റുകളൊക്കെ, എങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങളുടെ ആൽബം വർക്കുകളോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? ഇപ്പം പിന്നെ ഷൂട്ടിന് അലോട്ട് കിട്ടിയല്ലോ. അപ്പൊ ഷൂട്ട് നമ്മള് ആൽബം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, ആൽബം ചെയ്യുന്നുണ്ട്. അടുത്തൊന്ന് കഴിഞ്ഞിപ്പോ നാളൊന്നുണ്ട്, നാളെ ഒരു ഷൂട്ട് ഉണ്ട് വേറെ. പിന്നെ നമ്മള് ഡെയിലി നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു ദിവസം നമ്മൾ ആൽബം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ നാളത്തേക്ക് ബ്ലോഗായിരിക്കും ചെയ്യുന്നത്. ഞങ്ങള് മെയിൻ ആയിട്ട് കൊണ്ടടക്കുന്നത് ബ്ലോഗാണ്. നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബാണ് ഇപ്പൊ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. വേറെ അങ്ങനെ ഓവർ യൂസ് ചെയ്യും ഒഴിവാക്കി. കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫണ്ട് നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട് ഒരേപോലെ. ഇവിടെ ഇപ്പോഴും നിങ്ങൾ ഈ നിലവിലൊരു ചിത്രം നോക്കുമ്പോൾ ഈ നമ്മുടെ തൻസീർ കൂത്തുപറമ്പിന്റെ ഒരുപാട് വർക്കിൽ നിങ്ങൾ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചിട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നമുക്ക് എന്റെ പെങ്ങള് 2-3 ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട്, കുറെ ചാനലിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തൻസീനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ വേറെ ലെവലാ. വെച്ചിട്ടുണ്ടെങ്കിൽ ഓന് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. ആരും ഇപ്പൊ നിങ്ങൾ പോയാലും ഒരു ഫാമിലി, സ്വന്തം ഫാമിലി പോലെ കൊണ്ടുനടക്കും. പിന്നെ ഒന്നിനൊരു കുറവ് വരുത്തില്ല. ആർട്ടിസ്റ്റ് ആണെങ്കിലും ആക്ടർ ആണെങ്കിലും ഒരാൾക്കൊരു കുറവ് വരുത്താണ്ട് നല്ലോണം കൊണ്ടുനടക്കും. ആ ഉള്ളൊരു കഴിവുകൊണ്ട് ഞാൻ ഇപ്പൊ ആൽബത്തില് ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ആക്കാൻ നിന്നാ, പക്ഷെ തൻസിന്റെ വർക്ക് മാത്രമേ ഞാൻ ഓളെ അഭിനയിപ്പിക്കേണ്ടത് തൻസിന്റെ കൂടെ, അല്ലാണ്ട് വേറെ ആർക്കും അഭിനയിച്ചിട്ടില്ല ഇതുവരെ. വേറെ ആരും കൂടെ ഇനി താങ്കളിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തൻസീർ കൂത്തുപറമ്പിന്റെ വർക്കിന്റെ അതിലൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? അതിനെ കുറിച്ച് ഒരു
ഇപ്പൊന്ന് വെച്ചാല് തൻസിക്കാക്ക നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ചിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന്. എനിക്ക് കരയുന്ന സീനൊന്നും അങ്ങനെ ഇതില്ല. അന്നപ്പോ തൻസിക്ക ഇങ്ങനെ എന്റെ അടുത്ത് നിന്നൊക്കെ ഓരോന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് തൻസിക്കാക്കി ചിരിക്കലുണ്ട്, ഞാൻ ചിരിക്കലുണ്ട്, അങ്ങനെ രണ്ടാൾക്ക് പെട്ടെന്ന് ചിരി വരലുണ്ട്. എന്നാലും തൻസിക്ക എന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൻസിക്കാക്ക് അങ്ങനെ ഒരു കരയേണ്ട സീൻ വരും. അപ്പം ഭയങ്കര പ്രശ്നമാണ്. നമ്മള് ഷൂട്ടിന്റെ സമയത്ത് കരയേണ്ട സീൻ വരുമ്പോ ഇവള് കരയാൻ അറിയില്ല. ഇവള് കരയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കരയല്ലേ. അപ്പൊ ഞാൻ എന്താക്കിയാലോ, ആ സമയത്ത് നമ്മള് സ്റ്റാർട്ടിങ് സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് കരയേണ്ട സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഒരുപാട് നമ്മള് ടേക്ക് എടുത്തിന് കരയാൻ വേണ്ടിട്ട്. അങ്ങനെ കുറേ കട്ട് ചെയ്ത് ഇങ്ങനെയും പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്താക്കി ചൂടാൻ തുടങ്ങി. ആ സമയത്ത് മാത്രം ഞാൻ നല്ലോണം ചൂടാവും. എന്നാലും ചിരിച്ചോണ്ടിരിക്കലാണ്. പക്ഷെ പിന്നെ ഓള് ഒരു 6 ആൽബത്തിൽ അഭിനയിച്ചിട്ടാകുമ്പോ ഒന്ന് എക്സ്പീരിയൻസ് നേടി. ഇപ്പൊ മാഷാല്ലാ എനിക്ക് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ ഓള് പെർഫെക്റ്റ് ആണ്. ഒറ്റ ടൈക്കില് തീർക്കും. ഇപ്പൊ കരയും ചെയ്ത് നല്ല കരയാൻ വേണ്ടിട്ട് വേറെ വഴിയൊന്നുമില്ല. കണ്ണിലേക്ക് ലെൻസ് ഇട്ടാ മതി. ഇപ്പൊ ഇട്ടിട്ടില്ല അല്ലെ? അത് കണ്ണിൽ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ ജലദോഷം കൂടും, പിന്നെ കരച്ചിലും വരും. ഓട്ടോമാറ്റിക് ആയിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ പലപ്പോഴും ആൽബത്തിൽ നമുക്കറിയാം പ്രണയനായിരിക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ പലപ്പോഴായിട്ട് നമുക്ക് തോന്നും നമുക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാം എന്തൊക്കെ ചിലപ്പോൾ തോന്നാറില്ല. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ വെച്ചാൽ എനിക്ക് ഫുള്ള് ഹാപ്പിയില് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ചെയ്യാൻ ഇപ്പോഴത്തെ ആഗ്രഹത്തിൽ എനിക്ക് സിനിമയിലൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് എല്ലാ ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പൊ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഷൂട്ടിൽ തൻസി കരയിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിനിമയിലേക്ക് എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി കവർ സോങ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാര്യമായ ക്യാമറകളും വെച്ച് നല്ല ഇതായിട്ട് നല്ല ഒരു എന്താ പറയാ ഹിന്ദി ലുക്കിൽ കൊണ്ടുവരാൻ ഭയങ്കര ആഗ്രഹം. ഇൻഷാ അല്ലാ എന്തായാലും ചെയ്യും. ഞാൻ ആൽബം ഫീൽഡ് ഞാൻ ഏകദേശം പഞ്ചാബി ടീമിനോട് ടച്ച് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അവരെല്ലാം ഭയങ്കര ക്യാമറ, ഒരു സിനിമ പിടിക്കുന്ന ക്യാമറയിലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മാക്സിമം ട്രെയിൻ ചെയ്ത് സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിലും ബാക്കിയെല്ലാം സെറ്റാ. അല്ല ആളില് ഭയങ്കര ആഗ്രഹം അടിപൊളി എന്താ പറയാ സിനിമ സ്റ്റൈലിൽ ചെയ്യണം എന്നല്ല. ഇവിടെ ഈ റിഫൻ ഈ നമ്മുടെ ഈ ഒരുപാട് നമ്മുടെ ഇപ്പൊ ചെയ്തപ്പോഴും ഈ ബ്ലോഗിലായാലും നമ്മുടെ യൂട്യൂബിലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്? താങ്ക് യു സോ മച്ച്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വിളിക്കുകയൊക്കെ ചെയ്യലുണ്ട്. കുറേയൊക്കെ ഞാൻ കോള് കട്ടായി പോയലുണ്ട്. ഞാൻ തിരക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ കട്ടായി പോയലുണ്ട്. പക്ഷെ അവരോട് ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല, തിരക്കുണ്ടാകുമ്പോൾ എനിക്ക് പിന്നെ കുഞ്ഞായി, കുഞ്ഞിന്റെ ഇതിനൊക്കെ നോക്കുകയൊക്കെ വേണം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉള്ളവരുണ്ട്, നെഗറ്റീവ് അടിക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യലില്ല. അങ്ങനെയല്ല, മെസ്സേജിൽ കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ നെഗറ്റീവ് കുറച്ചൊക്കെ. പിന്നെ താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെസ്സേജ് അയക്കുന്ന ആളെയും ഫോൺ വിളിക്കുന്ന ആളെയും കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ സ്പോട്ടിൽ അവരെ ലൊക്കേഷനിൽ പോയി കാണും. നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഒരു പ്രത്യേകത എൻ്റെ സ്റ്റൈൽ എന്നോട് കമ്പനി ആയിട്ട് നല്ല ഒറിജിനാലിറ്റി. പക്ഷെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഓരോ സ്നേഹിച്ചും വിശ്വസിച്ചു പോകുന്ന പറഞ്ഞെങ്കിൽ നമ്മള് എന്താ പറയാ അത്രയും അടുപ്പിക്കും. ഒറ്റ ദിവസം കൊണ്ട് അടുപ്പിക്കും. പിന്നെ കുറച്ചെല്ലാം നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. വേറെ അത്ര അടുപ്പിച്ചിട്ട് എൻ്റെ കഥ വേറെ നമുക്ക് തീരെ ഇഷ്ടമല്ല അപ്പുറം പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവളോട് തന്നെ പറയും, ഇവളാണെങ്കിൽ ഒരു ഫാമിലി ആകുമ്പോൾ ഒരു കഥ അങ്ങനത്തെ പോലെ എനിക്ക് ഇഷ്ടമല്ല. അപ്പുറം ഫാമിലി എന്ത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ കുത്തുന്ന അങ്ങനെ എൻ്റെ ഒരു മനസ്സിലങ്ങനെ ഒരു പീന ഭയങ്കര മോശമുള്ള പരിപാടിയാണ്. അത് ഞാൻ അത്രയും സ്നേഹിച്ച ആള് എന്നെ കുറച്ച് കുത്തി കൊടുത്തിട്ടെല്ലാം പണ്ട് നാട്ടിലുള്ള ഒരു ഇതില് അതെല്ലാം എനിക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനെ അനുഭവം ഉണ്ട്. പക്ഷെ അല്ലാതെ എല്ലാവരും ഞാൻ നല്ല ഹാപ്പി. ഇപ്പൊ കൊടുവള്ളിയിലെ കുറച്ച് ടീമുണ്ട്. ആ ടീം നമ്മൾ ഒറ്റ ദിവസം കണ്ടുപോയിരിക്കാം. പിന്നെ അവർക്ക് നമ്മൾ വിട്ടുപിരിയാൻ തോന്നുന്നില്ല. പിന്നെ ഡെയിലി നമ്മളെ കാണാൻ വരും. പിന്നെ അവർക്ക് ട്രാവൽ ചെയ്യണം തോന്നി, അവർ ഒറ്റ ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് അവർ ട്രാവൽ ചെയ്യിപ്പിച്ച് ഫുള്ള് കറങ്ങി. അവർ സോ ഹാപ്പിയാണ്. ആ സന്തോഷം കാണണം നമുക്ക്. അത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇത് എനിക്കുള്ള മെയിനായിട്ട്. നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ നിങ്ങൾ ചേർന്നിട്ട് പ്രവർത്തനമൊക്കെ ഇടയിൽ ഏറെ സന്തോഷം മനസ്സിന് നൽകിയത് മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും?
അതെന്ന് വെച്ചാല് ഞാൻ മാനുവിനെ കണ്ടുപിട്ടിയൊരു മുഹൂർത്താണ്. പിന്നെ എന്റെ മോന് വന്നതിന് ശേഷം മാഷാഅല്ലാ ഞങ്ങൾക്കൊരു ഭാഗ്യം വന്നത്. മോന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച മോന്റെ കാര്യത്തിലാണ്. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പ്രസവിച്ച് ഭയങ്കര കൊറോണന്റെ ഭയങ്കര ലോക്ക്ഡൌണിലുള്ള സമയം. കൊറോണ ഫസ്റ്റ് ടൈം കാറോ ബൈക്കൊന്നും ഇല്ല, ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാവും പ്രസവിച്ച. ഓള് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആർക്കും കാണാൻ വരാൻ പറ്റൂല. ഞാൻ പോലും 4ാമത്തെ ദിവസം കണ്ടേ. ആർക്കും കാണാനോ പിടിക്കാനോ പറ്റൂല. പിന്നെ അത് മാത്രമല്ല, ഒരു ഡ്രസ്സ് പോലെ നമ്മൾ അന്നേരം വലിയ പൈസയും കയ്യിൽ ക്യാഷ് ഇല്ല തീരെ. അപ്പോഴൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ല, ഒന്നുമില്ല, നമ്മളൊന്നുമില്ല. അന്ന് ക്യാഷിന് ഭയങ്കര കുറച്ച് ടൈറ്റ് ആയി. അപ്പോൾ പിന്നെ ഓനിക്കൊന്നും കിട്ടുക വിചാരിച്ചതാ നമ്മള്. ഓനക്കൊരു ഭാഗ്യമില്ലാത്ത മോനെ വിചാരിച്ചതാ. കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആണെങ്കിൽ എന്റെ ഉമ്മ സമയത്തുള്ള ഡ്രസ് തന്നെ ഒരു മാസം വരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും ഓന് തീരെ ഭാഗ്യമില്ലാണ്ട് ഭയങ്കര ബേജാറായതാ. പിന്നെ ഡ്രസ്സും കാര്യം കളിക്കേണ്ടെല്ലാം കൊണ്ടുതരും. പിന്നെ അവർക്ക് വരാം, എന്റെ കാസോ അവർക്ക് വരാൻ പറ്റൂല. പിന്നെ അല്ല, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച കഥയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മള് ഒഴിവാക്കിയ കഥയാണ്, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഓനിക്കാ. ഓന് ഹോസ്പിറ്റലിൽ നിന്ന് കീഞ്ഞ് ഇവിടെ എത്തുമ്പോ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിയാ. ഓനിക്ക് കിട്ടാത്ത ഗിഫ്റ്റ് ഉണ്ടായില്ല. ഓനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10-15 ഡ്രസ്സ് വരും. എത്ര സാധനമാണ് ഗിഫ്റ്റ് കളിക്കണ്ടേ, തൊട്ടിലില്ലേ ആട്ടുന്നേ, നമ്മ ഒന്നും മേടിക്കേണ്ടി വന്നിട്ടാ. ഓനിക്ക് എല്ലാം ഗിഫ്റ്റ് ആയിട്ട് ഒരേ ദിവസം 10-15 കോളാ കൊറിയർ ഓഫീസിൽ നിന്ന്. എത്ര വന്നിനെ അറിയോ, അത്രയും സന്തോഷിച്ചാണ് അവന്. അത്രയും അവൻ ഭാഗ്യമുള്ള മോനാന്നാ പറയുന്നത് ഓള്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഞങ്ങളെ ഭാഗ്യമുള്ള ഒരു മോനാണ്. ഇനി ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലുണ്ടാവില്ല, ഇപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിനയത്തിൽ വന്നു, എല്ലാ മേഖലയിലും കൈവെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ മനസ്സിൽ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു പ്രൊജക്ട് ഉണ്ടോ? എങ്ങനെ താങ്കൾക്ക് പിന്നെ ഡയറക്ഷനിലോ അല്ലെ മറ്റു രീതിയിലോ? എനിക്ക് ഇഷ്ടമാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അതേപോലെ ക്യാമറയോടും വീഡിയോ എടുക്കാനും പിടിച്ചു കൊടുക്കാനും. ഇപ്പൊ നമ്മളെ ബ്ലോഗ് തന്നെ ഞാൻ പിടിച്ചാലേ എനിക്ക് തൃപ്തിയാവും. അല്ല ഇവൾക്ക് ഞാൻ അധികം ഇവൾക്ക് എടുത്തു കൊടുക്കല, ഫോട്ടോ കാര്യമില്ല ഞാൻ ഇവൾക്ക് എടുത്തു കൊടുക്കല. വേറെ ആളെ ദിവസം എടുത്ത് എനിക്ക് തൃപ്തിയാകും. പിന്നെ ഞാൻ എൻ്റെ എടുക്കുന്നുണ്ടെങ്കിലും ഇവള് എടുത്തു തരല, അപ്പൊ എനിക്ക് വലിയ ഇഷ്ടാവില്ല. പിന്നെ ഞാൻ തന്നെ മാക്സിമം നമ്മൾ ബ്ലോഗിൽ എടുക്കും. ഇപ്പൊ ഒരു ചെക്കനെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ബ്ലോഗ് എടുക്കും. അതുകൊണ്ട് എനിക്ക് ഡയറക്ഷൻ മൈൻഡ് നല്ല ഇഷ്ടമാണ്, ഡയറക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ ഒരു കണ്ടന്റ് കൊണ്ടുവരലും ചെയ്യും. അങ്ങനെ ആ കഥയിലുള്ള അതേ സാധനം ചെയ്യും. പക്ഷെ ഇപ്പൊ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഒന്നാമത് ട്രാവലിംഗ് ബ്ലോഗും അങ്ങനത്തെ കവർ സോങ്ങും അങ്ങനത്തതായിട്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള മോൻ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് ഇനിയും ഈ രംഗത്ത് സജീവമായിട്ട് പ്രേക്ഷകരുടെ ഹൃദയം ഇനിയും കീഴടക്കുന്നതിന് സാധിക്കട്ടെ. എന്തായാലും നമ്മുടെ ടാലന്റ് ബോയ്സ് ടോക്സിന് ഈ സമയം അനുവദിച്ചതിലും നമ്മുടെ ഈ ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിലും നന്ദി. താങ്ക് യു സോ മച്ച്.